ജോസഫ്, വല്ലാത്ത ഞെട്ടലാണ് ഈ വാർത്തയുണ്ടാക്കിയത്. ഒന്ന്, ഇത്രയധികം പണവും സ്വർണവും ഒരു വീട്ടിൽ സൂക്ഷിക്കുന്നു എന്ന കാര്യം. മറ്റൊന്ന്, അത് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പോലീസ് ഡോഗ് അത് ട്രെയിൻ ലൈനിലൂടെ നടന്ന് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രതികൾ അത് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ വിവരം വരുമ്പോൾ. ഈ വാർത്ത മൊത്തം കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇവരെ വളരെ അടുത്തറിയാവുന്ന ആളുകൾ ആയിരിക്കുമോ ഇതിന് പിന്നിൽ? കാരണം ഈ യാത്ര പോകുന്നതും ഇതെവിടെയാണ് സൂക്ഷിക്കുന്നത് പണവും സ്വർണവും എന്നൊക്കെ വളരെ അറിവുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഇവരുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ പരിചയക്കാരോ അങ്ങനെ ആരെങ്കിലും തന്നെ ആയിരിക്കും എന്ന നിഗമനം പോലീസിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ഈ വാർത്ത മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഞാനിത് അങ്ങനെ കരുതുന്നില്ല. കാരണം ഇതൊരു പ്രൊഫഷണൽ ഓപ്പറേഷൻ ആണ്. കാരണം വീട്ടുകാരോ അവരെ അറിയാവുന്നവരോ ആരും അല്ല ഇതിൻ്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പോലീസിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലീസ് അത് എലിമിനേറ്റ് ചെയ്യട്ടെ, അതിനെന്തെങ്കിലും കഥയുണ്ടോ എന്ന് അവർ നോക്കട്ടെ. പക്ഷേ ഇത് അവിടെ കയറിയ 3 പേര് ആ റെയിൽവേ ട്രാക്കിന് അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. 3 പേര് മടങ്ങിപ്പോയത് റെയിൽവേ ട്രാക്കിൽ കൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് നായെ ട്രാക്ക് ചെയ്തപ്പം അത് റെയിൽവേ ട്രാക്കിൽ കൂടെ പോയി വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ചെന്നിരിക്കുന്നു. പോലീസ് നായയുടെ അതിന് സ്മെല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കേസിനകത്ത്. കാരണം ആ വീട് ഡിസ്റ്റർബ് ചെയ്തില്ല. കാരണം അവിടെ പോലീസ് വന്ന ശേഷം മാത്രമേ, എക്സ്പെർട്സുകൾ വന്ന ശേഷം മാത്രമേ ആ വീടിനകത്ത് എല്ലാവരും പ്രവേശിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ കാര്യം പോലീസ് അവിടെ കൃത്യമായിട്ട് നോക്കി. ഈ താക്കോല് ആണ് മണപ്പിച്ചത് പോലീസ് നായെ. അപ്പോൾ ഏറ്റവും അവസാനം അത് കൈകാര്യം ചെയ്ത് അവർ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് അത് റെയിൽവേ ട്രാക്കിൽ കൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്. എന്തായാലും വീട്ടുകാരുമായിട്ട് അറിയാവുന്നവർ ആണോ ഇല്ലയോ എന്ന് നോക്കിക്കോട്ടെ പോലീസ്. പക്ഷേ ജോർജ് ജോസഫ്, അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം ഇവിടെ ഇപ്പോൾ ഈ വീട്ടുകാർ ഇല്ലാത്ത ഒരു ദിവസം തന്നെ ഇതിന്റെ കവർച്ചയ്ക്കായി തെരഞ്ഞെടുക്കുന്നു. മറ്റൊന്ന്, ഇത് അവിടെ തന്നെ അവർ ഒരു ലോക്കർ സംവിധാനത്തിൽ സൂക്ഷിച്ചിരുന്ന ഇടമാണ്. അതിന്റെ പൂട്ട് ഒരിടത്ത് പൂട്ടി ആ പൂട്ട് മറ്റൊരലമാരിയിൽ സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അറിയാവുന്ന വ്യക്തികളായിരിക്കണം ഒരു പക്ഷേ. അല്ലെങ്കിൽ ഇതൊന്നും പൊളിക്കാതെ എങ്ങനെ ഇത് സ്വന്തമാക്കി? കൃത്യമായി ഈ പൂട്ട് എവിടെ എന്നത് അറിയാമായിരുന്ന വ്യക്തികളായിരിക്കില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത്. അത് സാധാരണക്കാരുടെ ചിന്തയാണത്. കാരണം കള്ളന്മാർക്ക് അവരുടെ തൊഴിൽ ഇതാണ്. എവിടെ വെക്കും ഒരു വീട്ടിലെ താക്കോല്, എവിടെയൊക്കെ താക്കോലുണ്ടാവും, ആ വീട്ടിലെ സ്വത്തുണ്ടെങ്കിൽ അത് പൂട്ടി എവിടെയൊക്കെ താക്കോലുകൊണ്ട് ഒളിച്ചു വെക്കും എന്നൊക്കെ അവരെ, നമ്മളേലും ആ വീട്ടുകാരേലും നിശ്ചയം ഈ കള്ളന്മാർക്കാണ്. കാരണം അവരുടെ പ്രൊഫഷൻ ഇതാണല്ലോ. അപ്പോൾ അതിലൊന്നും നമ്മൾ സംശയിക്കേണ്ട. കാരണം ഒരു കള്ളന്മാർ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു താക്കോൽ ഇരുന്ന് കണ്ടിട്ട് അവരവിടെ എല്ലാം പെട്ടെന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് താക്കോൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് ആ താക്കോൽ വെച്ച് എവിടെയൊക്കെ തുറക്കാം. പിന്നെ ലോക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ താക്കോൽ തപ്പും അവർ. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇദ്ദേഹം ഈ KP അഷ്റഫ് ഒരു വ്യാപാരിയാണ്, ഹോൾസെയിൽ വ്യാപാരിയാണ്, അരി വിൽപ്പനക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ ഒത്തിരി കടകളുണ്ട്, ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഡെയിലിയുള്ള കളക്ഷൻസ് ഇത്ര എമൗണ്ട് വരും. ചിലപ്പോൾ ഇത് കൂടുതൽ വരാം. അത് ചിലപ്പോൾ അടുത്ത ദിവസമേ ബാങ്കിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഓൺലൈനിൽ എല്ലാം ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെ ക്യാഷ് അടയ്ക്കണമെന്നല്ല, ചില്ലറ വിൽപ്പനക്കാരുടെ പൈസയും വരും. അപ്പോൾ അത് കളക്ട് ചെയ്ത് ഒന്നിച്ച് ചിലപ്പോൾ ഒരു ഞായറാഴ്ച ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാത്ത തിങ്കളാഴ്ച അടയ്ക്കുള്ളൂ. അതുകൊണ്ട് വീട്ടിലെ പണം സൂക്ഷിക്കുന്നതിൽ അത് കുറ്റപ്പെടുത്തുന്നതിൽ ഞാൻ തയ്യാറല്ല. കാരണം അത് വലിയ വ്യാപാരി ഹോൾസെയിലുകാർ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് 300 പവൻ അത് തീർച്ചയായിട്ടും ഭാര്യയുടെയും മകളുടെയും ആണെന്ന് പറയുന്നുണ്ട്. ആ 300 പവൻ മാല അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു ബാങ്കിലോട്ട് മാറ്റുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതും അവരും ഉണ്ടായില്ല. പലരും അവരുടെ സ്വർണ്ണങ്ങളൊക്കെ വീട്ടിൽ തന്നെ സ്ത്രീകൾ സൂക്ഷിക്കുന്നത് ഒരു പതിവ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ആ ഡോഗ് ട്രാക്കിൽ കൂടെ പോയതിൽ നിന്ന്
ഈ വരുന്ന കള്ളന്മാർ, അവിടെ കയറിയിരിക്കാൻ സാധ്യതയുള്ള കള്ളന്മാർ ട്രെയിനിൽ വരുന്നവരും അല്ലെ ട്രെയിനിൽ പോകുന്നവരും തന്നെയാണ്. ആ വീട് അവർ കുറേ ദിവസം കൊണ്ട് പരിശോധിച്ചിട്ടുണ്ടാവും. അടുത്ത് എവിടെയെങ്കിലും ലോഡ്ജിൽ ഇവർ താമസിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പരിശോധിച്ച ശേഷമാണ് പോകുന്നത്. ഇതിനകത്ത് 3 പേരാണ് കയറിയിരിക്കുന്നത്. അവർ മുഖം മറച്ചിട്ടുണ്ട്. വീടിനകത്തുള്ള CCTV ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അവരെ ഇത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇവർ മാസ്ക് വെച്ചിട്ടുണ്ട്, ഇവർ ഗ്ലൗസ് ഉപയോഗിക്കും. കാരണം ഈ ഒരു ഗ്യാങ് ബംഗാൾ ബേസ്ഡ് ഗ്യാങ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. റഷീദാബാദിൽ അവിടെയുള്ള ഒരു പിസ്റ്റനൊക്കെ ഉപയോഗിക്കാനും ഇന്ത്യ മുഴുവൻ മോഷണം നടത്തുന്ന ഗ്യാങ്ങാണ്. കേരളത്തിൽ അവർക്ക് 1-2 ഓപ്പറേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ആ കാര്യം നോക്കണം. ഈ ഗ്യാങ് അവർ ട്രെയിനിലേ വരുള്ളൂ, ട്രെയിനിൽ തന്നെ മടങ്ങിപ്പോവും. റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള വീടുകളിൽ മാത്രമാണ് കയറുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഈ റെയിൽവേ ട്രാക്കിന് അടുത്ത് തന്നെയാണ് ഈ വീട്. അപ്പോൾ അത് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി ആണ്. അതുകൊണ്ട് ആ ഗ്യാങ്ങിനെ തീർച്ചയായിട്ടും നോക്കണം. ഇൻമേറ്റ്സോ ബന്ധുക്കളോ ഒക്കെ നോക്കിക്കോ പോലീസ്. പക്ഷെ അതോടൊപ്പം തന്നെ അവരെ ഫിംഗർ പ്രിന്റ് ഇട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരെ CCTV ദൃശ്യമുള്ളതൊക്കെ അവർ നേരത്തെ വാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും മുഖം കൊടുക്കില്ല. ഇവർ സാധാരണ വെൽ ഡ്രസ്ഡ് ആയിരിക്കും. ഈ റഷീദാബാദ് ബംഗാളിലുള്ള ഗ്യാങ് ഫുൾ സ്ലീവ് ഇട്ടിട്ടേ വരുള്ളൂ. അവരെ ഫിംഗർ പ്രിന്റ് കിട്ടത്തില്ല. അതൊക്കെ അവർ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ വെൽ ഡ്രസ്സ് ഒരു ഓപ്പറേഷൻ വന്ന സമയത്ത് ഇടുന്ന ഡ്രസ്സ് പോകുമ്പം അത് മാറാൻ പറ്റുമെങ്കിൽ അവർ മാറും. റെയിൽവേ കയറി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡ്രസ്സ് മാറും. അപ്പോൾ നമ്മൾ അവരുടെ ഡ്രസ്സിൻ്റെ നിറമൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ അവരെ കിട്ടാൻ പറ്റില്ല. നല്ല ഓപ്പറേഷൻ നടത്തുന്നവരാണ്. കേരളത്തിലൊരു ഓപ്പറേഷൻ അവർ നടത്തിയിട്ടുണ്ട് നേരത്തെ. അതിനല്ല ഈ റഷീദാബാദ് ഈ ബംഗാളിലുള്ള ഈ ഗ്യാങ് വേറൊരു ഗ്യാങ് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർ വയനാട്ടിൽ അവരെ മാനന്തവാടിയിലോ പരിസരത്തോ അവരെ വെച്ച് പിടിച്ചെന്നായിട്ടാണ് ഞാൻ അറിയാം. അവർ പച്ചക്കറി ബിസിനസ്സായിട്ട് നടത്തി വീടുകളെല്ലാം നോക്കിയെടുത്ത് വെക്കും. അങ്ങനെ ഒരു ഗ്യാങ്ങിനെ പിടിച്ചിട്ടുണ്ട്. അവർ സ്ഥിരം കേരളത്തിൽ താമസക്കാരാണ്. പല സ്ഥലങ്ങളിലും പച്ചക്കറി വിറ്റു. അപ്പോൾ അത് പോലീസ് ഈ കരുത്തി നോക്കണം. ഇതിനകത്ത് നേരത്തെ പിടിച്ച ഒരു 3 പേരുടെ ഒരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്. അവരെ പോലീസ് എന്തായാലും നോക്കണം. അവർ 3 പേരും അവർ 49 വയസ്സുണ്ട്. 48-49 വയസ്സുള്ള 2 വർഷം മുമ്പ് കേരളത്തിൽ ഒരു കേസിൽ അവരെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ വയസ്സ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 50-51 വയസ്സ്. അപ്പോൾ ആ മതിൽ ചാടി കയറിയ ആൾക്കാരെ അവരെ ഏജ് അത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഉദ്ദേശം അതൊരു 19 വയസ്സുള്ളവരാണോ എന്ന് നോക്കണം. 3 പേര് അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം ഏകദേശം ഒരേ പ്രായം തന്നെയാണ് ആ ഗ്യാങ്ങിന്. അപ്പോൾ അത് ബംഗാൾ ഗ്യാങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാങ്ങിനെ പോലീസ് എന്തായാലും അത്യാവശ്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അത് റെയിൽവേ ട്രാക്കിൽ കൂടെ മാത്രം വരികയും പോവുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. മറ്റ് ഗ്യാങ്ങുകളെ ഈ കേരളത്തിൽ കുറേ നാളുകളായിട്ട് പച്ചക്കറി ബിസിനസ് ചെയ്യുന്ന 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ. അത് നോക്കണം. പിന്നെ ഈ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാങ്ങിനെ അത് റെയിൽവേ CI നേരത്തെ പിടിച്ചിട്ടുണ്ട്. അവർ ഈ ട്രെയിനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്. വെൽ ട്രസ്റ്റഡ് ആണ്. AC ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ അവരെ റെയിൽവേയിൽ ഒരു ഇൻസ്പെക്ടർ ഇവരെ ബംഗാളിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ 3 പേര് അവരെ ഏജ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് നോക്കണമെന്ന് പറയുന്നത്. അവർ ട്രെയിനകത്തുള്ള ആൾക്കാരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് അവരെ മയക്കിയിട്ട് അവരുടെ ബാഗിലുള്ള മുഴുവൻ ക്യാഷും ഗോൾഡും അടിച്ചുകൊണ്ട് പോകും. അത് ബാഗ് കുത്തിപ്പൊളിക്കൊന്നുമില്ല. വളരെ കണ്ണിങ് ആയിട്ടാണ്. അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലായ എല്ലാം നഷ്ടപ്പെട്ടെന്ന്. അങ്ങനെ കേരളത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഈ ബംഗാളുകാരാണ്, ആ ഗ്യാങ് ആണ്. അതുകൊണ്ട് ഈ കേസിനകത്ത് അവരെ കൃത്യമായിട്ട് നോക്കണം. അവർക്ക് 49-50 വയസ്സ് പ്രായമുള്ള 3 നല്ല ആരോഗ്യമുള്ളവരാണ്. അവരെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻ യാത്രക്കാരാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ അവരെ സംശയിക്കാൻ കാരണം. അതുകൊണ്ട് പോലീസ് ഈ കാര്യം ശ്രദ്ധിക്കണം. ഈ കേരളത്തിൽ തന്നെ ഇനി 371 പവൻ പോയ ഒരു കേസ് അത് അൺഡിറ്റക്റ്റ് ആണ് തൃശ്ശൂർ ജില്ലയിലുണ്ട്. 13 ലക്ഷം രൂപയായി 371. അത് ഒരു 2-3 വർഷം മുമ്പ്. അത് ഡിറ്റക്ഷൻ ആയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഗ്യാങ് ഇവിടെ വരുന്നുണ്ട്, ചില കേസ് തെളിയുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം. ശരി. അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ സ്പോട്ടിലെത്തുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. ഫോറൻസിക് സംഘമൊക്കെ പരിശോധന നടത്തി ഈ റെയിൽവേ ട്രാക്കിലേക്ക് പ്രതികൾ പോയത് അവർ ആ വഴി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് CCTV മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ
അവിടുത്തെ വാർഡ് കൗൺസിലറായ